Welcome to English Department GCK. I am Minu V, Assistant Professor. So in this video, I will be discussing credit distribution in FYUGP. First of all, what is credit? Credit എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സ് വർക്കിന്റെ ഒരു യൂണിറ്റ് ആണ്. നിങ്ങൾ എത്ര വർക്ക് ചെയ്തു ഒരു സെമസ്റ്ററിൽ അല്ലെങ്കിൽ ഒരു കോഴ്സിന് അതിനെ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ക്രെഡിറ്റ്. നമ്മളൊരു ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റത്തിലേക്കാണ് പോകുന്നത്. 4-year UG പ്രോഗ്രാമിന് നമുക്ക് 3 വർഷമാകുമ്പോൾ ഡിഗ്രിയോടുകൂടെ എക്സിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. 3 year കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് യു ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 133 ക്രെഡിറ്റ്സ് ഓർ എബവ്. ആൻഡ് 4-year UG പ്രോഗ്രാമിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഓണേഴ്സോടുകൂടെ നിങ്ങൾക്ക് എക്സിറ്റ് ആവണമെങ്കിൽ 177 ക്രെഡിറ്റ്സ് ഓർ എബവ് ആവശ്യമുണ്ട്. 4-year UG program, honors and research ആണെങ്കിൽ you should have 177 credits including 12 credits from research project. 133 credits ഉള്ള 3-year ഡിഗ്രിയുടെ ക്രെഡിറ്റ് ബ്രേക്ക് ഡൗൺ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 133 ക്രെഡിറ്റ്സ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫൗണ്ടേഷൻ കോഴ്സസിന് 39 ക്രെഡിറ്റ്സും ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസിന് 94 credits. Now foundation കോഴ്സസിനെ പറ്റി പറയുവാണെങ്കിൽ 39 ക്രെഡിറ്റ്സ് ഹോൾ കോഴ്സിൽ വേണം. ആ ഫൗണ്ടേഷൻ കോഴ്സിൽ 4 കമ്പോണൻസ് ഉണ്ട്. AEC, SEC, VAC, MDC. AECക്ക് നിങ്ങളുടെ ഹോൾ ഡിഗ്രി പ്രോഗ്രാമിൽ 12 ക്രെഡിറ്റ്സ് 4 പേപ്പേഴ്സിലായിട്ട് 12 ക്രെഡിറ്റ്സ് വേണം. ഓരോ AECക്കും 3 ക്രെഡിറ്റ്സ് ആണുള്ളത്. SECക്കും 3 ക്രെഡിറ്റ്സ് ആണ് ഓരോ പേപ്പറിലും ഉള്ളത്. അത് നമുക്ക് 9 ക്രെഡിറ്റ്സ് ഹോൾ പ്രോഗ്രാമിൽ വേണം. VACക്കും MDCക്കും സിമിലർലി 9 ക്രെഡിറ്റ്സ് ഈച്ച് നമുക്ക് വേണം. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസിലേക്ക് വരുമ്പോൾ നമുക്ക് ടോട്ടൽ റിക്വയർമെന്റ് 94 ക്രെഡിറ്റ്സ് ആണ്. അതിൽ 68 ക്രെഡിറ്റ്സ് മേജർ കോഴ്സസിൽ നിന്നും 24 ക്രെഡിറ്റ്സ് മൈനർ കോഴ്സസിൽ നിന്നുമാണ് നമുക്ക് വേണ്ടത്. So hope you are all clear about credit distribution in FYUGP. Thank you.